സ്വാഗതം. നമുക്കിന്നൊരു മത്തങ്ങ തോരൻ ഉണ്ടാക്കാം. 250 ഗ്രാം മത്തങ്ങ, 2 സവാള, 1 പൊട്ടറ്റോ, തേങ്ങ ചിരണ്ടിയത്. അപ്പോൾ കടുക് താളിക്ക് ആദ്യം 1 ടീസ്പൂൺ കടുക് പൊട്ടിയതിന് ശേഷം 1 ടീസ്പൂണ് ഉഴുന്ന് പരിപ്പ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് പൊട്ടിയല്ല ഒരു ബ്രൗൺ കളർ പോലെ വരും. അപ്പോൾ അതിന് ശേഷം നമ്മൾ മുളക്, കറിവേപ്പില ഇതൊക്കെ ചേർക്കാം. പിന്നീട് സവാള അരിഞ്ഞത്, നീളത്തിലരിഞ്ഞത് സവാള, ഉരുളക്കിഴങ്ങ് ഇതെല്ലാം ചേർത്ത് ഒന്ന് ഇളക്കണം. ഇതൊന്ന് ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കിനാണ് നമ്മൾ മത്തങ്ങ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു ഗ്രീൻ ചില്ലി 3 ഗ്രീൻ ചില്ലി ചേർത്തിട്ടുണ്ട്. കാരണം കുറച്ച് എരിവിന് വേണ്ടിയിട്ട്. കൂടുതൽ എരിവ് വേണ്ടവർക്ക് കൂടുതൽ എടുക്കും. പക്ഷേ തോരനൊക്കെ അധികം എരിവില്ലാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം മത്തങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ചെറുതായിട്ട് നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. ഇനി മഞ്ഞൾപ്പൊടി പാകത്തിന്, മഞ്ഞൾപ്പൊടി, ഉപ്പ് പാകത്തിന് ഇതെല്ലാം ചേർത്ത് ഒന്ന് ഇളക്കി നമുക്കിതൊന്ന് അടച്ച് വെക്കണം. ഒരു 2-3 മിനിറ്റ് മതിയാവും. 2 മിനിറ്റ് മതിയാവും, പെട്ടെന്ന് വേകും. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ്. അപ്പോൾ ഇത് കണ്ടോ പാകമായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു പിടി മുരിങ്ങയില ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കാരണം മുരിങ്ങയില എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മുരിങ്ങയില ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മുരിങ്ങയില ഇല്ലാതെ ഞാൻ ഇത് നേരത്തെ വെച്ചിട്ടുണ്ട് മത്തങ്ങ തോരന്. അപ്പോൾ അതുകൊണ്ട് മുരിങ്ങയില ഇല്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കണ്ട. മുരിങ്ങയില ഇപ്പോൾ ഉള്ളത് കൊണ്ട് വെറൈറ്റി ഒരു ടേസ്റ്റ് കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് ചേർത്താണ് കേട്ടോ. അപ്പോൾ ഈ ഇല വേകാനായിട്ട് അധികം സമയമൊന്നുമില്ല, നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പം ചെറിയ തീയിലാണ് കേട്ടോ ഇതെല്ലാം ചെയ്യുന്നത്. വെള്ളം അല്പം പോലും ചേർത്ത് കൊടുക്കരുത്, കാരണം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അതിനുള്ളിൽ തന്നെ വേഗം 2-3 മിനിറ്റ് ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേന് പെട്ടെന്ന് ഒരു തോരനും കൂടി ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിക്കണം. മത്തങ്ങ ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന കാര്യമാണ്. പിന്നെ തേങ്ങ എന്താ ആദ്യം ചേർക്കാത്തതെന്ന് വെച്ചാൽ നമുക്ക് ആ ടേസ്റ്റിൻ്റെ ഡിഫറൻസ് വരും. അപ്പോൾ തേങ്ങ ലാസ്റ്റ് കൊടുത്തിട്ട് ഒരു 10-30 സെക്കൻഡ് ഇളക്കി ഒക്കെ മാറ്റിയെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നല്ല ടേസ്റ്റായിരിക്കും. ജീരകമൊന്നും ചേർത്തിട്ടില്ല. തേങ്ങ ചിരണ്ടിയത് അതുപോലെ തന്നെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഒരു അരമുറി തേങ്ങയാണ്, ചെറിയ തേങ്ങ അരമുറി എടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇത് റെഡിയാണ്. ഇളക്കിയെല്ലാം കഴിഞ്ഞ് നല്ല പരുവായിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ റെഡി ടു സെർവ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾ വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, ചിലവ് കുറഞ്ഞ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു തോരൻ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.